ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് റംസാൻ ഫുഡ് സ്ട്രീറ്റാണ്. വടകര താഴെയങ്ങാടിയിലെ റംസാൻ ഫുഡ് സ്ട്രീറ്റ്. വളരെ വ്യത്യസ്തമായ കുറേ വിഭവങ്ങളും ഐറ്റംസും നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഈ സ്മോക്ക് വരുന്നത് ഡ്രൈ ഐസ് മൊയ്റ്റോ ആണ്. ഡ്രൈ ഐസ് മൊയ്റ്റോ, പിന്നെ വെറൈറ്റി ഓഫ് ജ്യൂസസ് അവൈലബിൾ ആണ്. ഇത് കാടമുട്ട, 3-4 ഫ്ലേവർ കാടമുട്ടയുണ്ട്. അതായത് പെപ്പർ ഉണ്ട്, ചില്ലി ഉണ്ട്, പിന്നെ ജിഞ്ചർ, പിന്നെ മിക്സഡ് വെറൈറ്റി, അങ്ങനെ 4 വെറൈറ്റീസ് ഓഫ് കാടമുട്ട. കോളിഫ്ലവർ എണ്ണയിൽ നല്ല പൊരിഞ്ഞ് വരുന്നുണ്ട്. പിന്നെ ഉപ്പിലിട്ടത് മാങ്ങയാണ്, കാന്താരി, മുളക്, പിന്നെ പേരയ്ക്ക, ഉപ്പിലിട്ട പേരയ്ക്ക, കൈതച്ചക്ക. കേൾക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറുന്നുണ്ട്. അടിപൊളി ടേസ്റ്റായിരുന്നു. പല പല ഉപ്പിലിട്ട ഐറ്റംസ് ഉണ്ട്. പിന്നെ അതൊരു മുള സർബത്താണ് കാണുന്നത്. പിന്നെ ഇതൊരു പുതിയ ഐറ്റമാണ്, അതായത് ആത്മാവ് എന്നാണ് പറയുന്നത്. അത് കുടത്തിനകത്ത് മറ്റേ കുറേ ഐറ്റംസും കാന്താരിയും അതൊക്കെ ഇട്ട സാധനമാണ്. അത് നന്നായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ 3 ഫ്രണ്ട്സാണ് ഈ റംസാൻ ഫുഡ് സ്ട്രീറ്റ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയത്. തിരക്കായി വരുന്നേ ഉള്ളൂ. നമ്മളൊരു 7:30-8 മണിക്കാണ് ഇവിടെ എത്തിയത്. അതാണ് തായങ്ങാടി മസ്ജിദാണത്. ഇത് ദം ചായ, ഒരു വെറൈറ്റി ചായയാണ്. നമ്മൾ സാധാരണ ചായ പോലെയല്ല, ദം ചായയാണിത്. നമ്മൾ നോർത്ത് ഇന്ത്യൻസിലൊക്കെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ദം ചായ എന്ന് പറഞ്ഞിട്ട്. ഇത് നമ്മുടെ ഒരു ഐസ് വരുതി, അതൊരു മെഷീനിൽ വെച്ചിട്ട് നമുക്ക് ഐസ് കിട്ടുന്നതാണ്. ഐസ് വരുതി കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ടല്ലേ. കൊള്ളാം. കുറേ വർഷങ്ങളായിട്ട് ഞാനിവിടെ റംസാൻ ഫുഡ് സ്ട്രീറ്റ് വിസിറ്റ് ചെയ്യാറുണ്ട്. നല്ലൊരു വൈബാണ് നമുക്ക്, നല്ല തിരക്കും പല പല ഐറ്റംസും. ഇത് ചോക്ലേറ്റാണ്, ചോക്ലേറ്റ് ബ്രൗണി പോലത്തെ നമ്മളെ മാളിലൊക്കെ കാണുന്ന സാധനമാണ്. കേക്കിൻ്റെ അകത്ത് ആ ഒരു ചോക്ലേറ്റ് വെച്ചിട്ട് കഴിക്കാൻ വേണ്ടി പറ്റും. ഇത് മറ്റേ ഡ്രൈ ഐസിൻ്റെ ഒരു ഷോ വെച്ചതാണിത്. നമുക്ക് കുടിക്കാൻ വേണ്ടി പറ്റും. ഡ്രൈ ഐസ് എഡിബിൾ ഐസ് ആണെന്നാണ് പറയുന്നത്, അറിയില്ല, അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല. പക്ഷെ കാണുമ്പോൾ തന്നെ നല്ലൊരു വെറൈറ്റി ലുക്കുണ്ട്, പല പല കളറല്ലേ. ഇതാണ് താഴെയങ്ങാടിയുള്ള ഒരു ഫുഡ് സ്ട്രീറ്റ്. പല ഷോപ്പുകളുണ്ട്. ഫ്രൂട്ട്സിൻ്റെ ഷോപ്പ് കാണാൻ പറ്റും, കൂൾ ബാർ. ഇത് ടോയ്സിൻ്റെ ഷോപ്പാണ്. ഐസ്ക്രീംസ് അവൈലബിൾ ആണ്. ഒരു ആഘോഷം തന്നെയാണ് ഇവിടെ. ഇപ്പോൾ നോമ്പൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെയുള്ള ദിവസങ്ങളിൽ ഇവിടെ നോമ്പ് തുറന്ന് 6:30-ക്ക് ശേഷം, നോമ്പ് തുറന്നതിന് ശേഷം പിന്നെ ഇവിടെ ആക്റ്റീവ് ആവും. രാത്രി 10-12 മണി വരെയൊക്കെ ചിലപ്പം തിരക്കുണ്ടാവും. പല പല സ്ഥലത്തു നിന്ന് ആൾക്കാർ വരുന്നുണ്ട് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. വെറൈറ്റി ഫുഡ് കിട്ടുമല്ലോ. പിന്നെ സാധനങ്ങൾ വാങ്ങിക്കാം, ഊത്, അത്തർ, പിന്നെ ആ ഒരു മോതിരം, പിന്നെ പല ഐറ്റംസും, മുസ്ലിംസിൻ്റെ നിസ്കാരപ്പായ, അങ്ങനെ പല ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. ടോയ് ഷോപ്പാണത്. ചായപ്പീടിയുണ്ട്, പാനിപ്പൂരി ഐറ്റംസ് ഉണ്ട്, ബലൂൺസ്. കുട്ടികളൊക്കെ കാണുമ്പോൾ തന്നെ ഒരു വാങ്ങിക്കണം തോന്നുള്ളൂ. എയറോപ്ലെയിൻ ബലൂൺ, അങ്ങനെ പല പല ഐറ്റംസും. ഏകദേശം ഒരു കുറേ വർഷം, 10-15 വർഷമായെന്ന് തോന്നുന്നു ഇവിടെ ഇങ്ങനെ ഒരു ഫുഡ് സ്ട്രീറ്റിൻ്റെ ഒരു ഐഡിയ വന്നിട്ട്. ഇതിപ്പോൾ തിരക്കില്ലാത്തത് ഒരു 8 മണി ആയതുകൊണ്ടാണ്. രാത്രി ഒരു 9-10 മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നടന്നു നീങ്ങാൻ പറ്റാത്ത അത്ര തിരക്കുണ്ടാവും. പല പല ജ്യൂസും, പിന്നെ ഹോട്ടലും ഉണ്ട് ഇവിടെ. നിങ്ങൾക്ക് ഇപ്പോൾ ഷവർമയാണോ വേണ്ടതോ, അല്ലെങ്കിൽ ഷവർമ, പിന്നെ ഗ്രിൽ ഐറ്റംസ്, അങ്ങനെ മന്തി, ബിരിയാണി എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. നമ്മളൊരു പുതിയൊരു ഇതാണല്ലോ ടൂറിസത്തിൽ പുതിയൊരു ഇതാണല്ലോ ഫുഡ് സ്ട്രീറ്റ് എന്ന് പറയുന്നത്. ഫുഡ് സ്ട്രീറ്റിൽ ഒരു സ്ട്രീറ്റിൽ പല വെറൈറ്റി ഫുഡ്സും. ഇത് കുറേ വർഷമായി ഇവിടെ വടകര താഴെയങ്ങാടിയിൽ നിലനിന്ന് വരുന്ന ഒരു സംവിധാനമാണിത്. നമ്മൾ 3 പേരും കൂടിയാണ് ആ ഫുഡ് സ്ട്രീറ്റ് നടന്ന് കണ്ട് കുറേ സാധനങ്ങളൊക്കെ വാങ്ങി കഴിച്ചു, കുടിച്ചു. എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും അടുത്ത വർഷമെങ്കിലും, ഇപ്പം ഇതുവരെ ഈ ഫുഡ് സ്ട്രീറ്റ് ഒന്നും പോകാത്ത ഒരാളുണ്ടെങ്കിൽ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. ഇതൊരു ഹോട്ടലാണ്, അവിടെ ഉള്ള ഖെയർ ഹോട്ടലാണ്, അറേബ്യൻ റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ പല വെറൈറ്റി അറേബ്യൻ ഡിഷസും നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. എന്തായാലും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ആകെയുള്ളൊരു പ്രശ്നം, നമുക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. നമുക്ക് എല്ലാം കഴിക്കാൻ വേണ്ടി പറ്റത്തില്ലല്ലോ, വയറ് ഫുള്ളാവും. കൂടാതെ നമുക്ക് പറ്റില്ല. ഒരു ഏകദേശം ഒരു 2-3 ദിവസമൊക്കെ വന്ന് എക്സ്പ്ലോർ ചെയ്ത് ഓരോ വെറൈറ്റി സാധനങ്ങളും കഴിക്കാം, കുടിക്കാം. ഇനിയിപ്പം പെരുന്നാൾ വരികയാണല്ലോ. പെരുന്നാളായി കഴിഞ്ഞാൽ ഇവിടെ തിരക്ക് കൂടും.
മുളക് ബജ്ജി, ഫ്ലവർ ചില്ലി, പിന്നെ മറ്റേ നമ്മുടെ ഒരു പൊട്ടറ്റോ റിങ്സോ എന്താ പറയില്ല, സ്പ്രിങ് പൊട്ടറ്റോ അങ്ങനെ എന്തോ സാധനമല്ല അത്, ഉള്ള അടിപൊളിയായിട്ടുണ്ട്. ഇതെല്ലാം ഒന്നും നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്തു, കുറേ വീഡിയോസൊക്കെ എടുത്തു. മോമോസും പിന്നെ ഫ്രഞ്ച് ഫ്രൈസും പിന്നെ ടിക്ക, ചിക്കൻ ടിക്ക, കബാബ് അങ്ങനത്തെ ഐറ്റംസൊക്കെ അവിടെ കാണാൻ നിങ്ങൾക്ക് പറ്റും. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ തായ്ലൻഡ് അല്ലെങ്കിൽ പല സ്ഥലത്തും ഒക്കെ കാണുന്ന പോലത്തെ ഒരു ഫുഡ് സ്ട്രീറ്റിൻ്റെ ഒരു മിനിയേച്ചർ രൂപം എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഐസ്ക്രീമാണ്, ഇത് റോൾ ഐസ്ക്രീമോ അങ്ങനെ എന്തോ പറയും ഇതിന്. ഐസ്ക്രീം വേറെയും വെറൈറ്റീസ് ഉണ്ട്, അതിപ്പോൾ കുറച്ച് കഴിഞ്ഞാലും തോന്നുന്നു ഇവിടെ ഓപ്പൺ ആവത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പെരുന്നാൾ ആശംസകൾ.